ആഗസ്റ്റ് 25 ഞായർ മുതൽ ആഗസ്റ്റ് 31 ശനി വരെയുള്ള ഒരാഴ്ചത്തെ വാരഫലമാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത്. മേടക്കൂറ്, അശ്വതി, ഭരണി, കാർത്തികകാൽ നക്ഷത്രങ്ങൾ. തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും. മുടങ്ങിക്കിടന്ന ലോൺ ഒക്കെ അടച്ചു തീർക്കുവാനായിട്ട് സാധിക്കും. വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അത് നടക്കാൻ സാധ്യതയുണ്ട്. വിവാഹ കാര്യങ്ങളിൽ അനുകൂല തീരുമാനം ഉണ്ടാകും. ചെയ്യുന്ന ജോലി വിട്ട് മെച്ചപ്പെട്ട ജോലിയിൽ പ്രവേശിക്കും. സാമ്പത്തിക നില ഭദ്രം. ആരോഗ്യപരമായി മേന്മ കുറവാണ്. അടുത്ത ഇടവക്കൂറ്. ഇടവക്കൂർ നക്ഷത്രങ്ങളായ കാർത്തിക മുക്കാല്, രോഹിണി, മകീരം, അര. സഹോദരന്മാർ സഹായിക്കും. സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ ഉടൻ തീരുമാനമുണ്ടാകും. ദീർഘദൂര യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം. എന്നാൽ ആ യാത്രകൾ വഴി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അയൽവക്കക്കാരുമായി നല്ല ബന്ധം പുലർത്തും. ആരോഗ്യനില പൊതുവെ തൃപ്തികരം. അടുത്ത മിഥുനക്കൂറ്. മകീരം, അര, തിരുവാതിര, പുണർദം മുക്കാല്. കർമ്മരംഗം പുഷ്ടിപ്പെടുമെങ്കിലും അത് സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടമുണ്ടാക്കില്ല. ഭൂമി ക്രയവിക്രയങ്ങൾക്ക് പറ്റിയ സമയമാണിത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മേലധികാരികളിൽ നിന്നും അപ്രീതി ഉണ്ടാകും. അപ്രതീക്ഷിത സ്ഥലംമാറ്റവും പ്രതീക്ഷിക്കാം. ആരോഗ്യനില പൊതുവെ തൃപ്തികരമായിരിക്കും. കർക്കിടകൂറ്. പുണർദം, കാല്, പൂയം, ആയില്യം. തൊഴിൽ രംഗത്ത് ഉണർവുണ്ടാകും. വിദേശത്ത് ജോലി ചെയ്യുന്നവർ നാട്ടിലെത്തിച്ചേരും. സുഹൃത്തുക്കൾ സാമ്പത്തികമായി സഹായിക്കും. ധന ഇടപാടുകളും ക്രയവിക്രയങ്ങളും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം. അടുത്ത ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രംകാല്. ബിസിനസ്സിൽ നിന്നും പങ്കുകച്ചവടത്തിൽ നിന്നും ധാരാളം ധനം ലഭിക്കും. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. താൽക്കാലിക ജോലി ചെയ്യുന്നവർ മെച്ചപ്പെട്ട പുതിയ ജോലിയിൽ പ്രവേശിക്കും. എന്നാൽ സന്താനങ്ങൾക്കും മാതാപിതാക്കൾക്കും ഗുണം കുറയുന്ന ആഴ്ചയാണിത്. അടുത്ത കന്നിക്കൂറ്. ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര. മനസ്സിന് സുഖം ഇല്ലാതാക്കുന്ന വാർത്തകൾ കേൾക്കും. രോഗം മൂലം ആശുപത്രി വാസം വേണ്ടി വന്നേക്കാം. കടബാധ്യതകൾ വന്നുവിടും. എന്നാൽ സന്താനങ്ങൾക്ക് നല്ല സമയമാണ്. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. തുലാക്കൂർ. ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാല്. സാമ്പത്തികമായി മെച്ചപ്പെട്ട സമയമല്ല. അയൽവാസികളുമായി കലഹമുണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. കോടതി വ്യവഹാരങ്ങൾ വന്നുവിടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ദീർഘദൂര യാത്രകൾ വേണ്ടി വന്നേക്കാം. വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായേക്കാം. ആരോഗ്യപരമായി മോശം സമയമാണിത്. അടുത്ത വൃശ്ചികക്കൂറ്. വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ബിസിനസ്സുകാർക്ക് വളരെ നല്ല സമയമാണ്. സ്വന്തമായ ബിസിനസ്സിൽ നിന്നും പങ്കുകച്ചവടത്തിൽ നിന്നും ധാരാളം ധനം ലഭിക്കും. പുതുതായിട്ട് ഭൂമി, വാഹനം ഇവ വാങ്ങുവാൻ യോഗമുണ്ട്. സർക്കാർ ജോലിക്കാർക്ക് സ്ഥാനക്കയറ്റം കിട്ടും. ശത്രുക്കൾ നിഷ്പ്രഭരാകും. ധനുക്കൂറ്. മൂലം, പൂരാടം, ഉത്രാടം, കാല്. സന്താനങ്ങളുമായും ബന്ധുമിത്രാദികളുമായിട്ട് ഒത്തുചേരാനുള്ള സന്ദർഭങ്ങൾ വന്നുചേരും. സാമ്പത്തികമായി നേട്ടം ഉണ്ടാകുമെങ്കിലും അനാവശ്യ ചെലവുകൾ വന്നുവിടും. പുതുതായിട്ട് സംരംഭങ്ങൾ ആരംഭിക്കും. സന്താനങ്ങളുടെ പഠനകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. മകരക്കൂറ്. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം, അര. പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ചെറുകിട സംരംഭങ്ങളിൽ നിന്ന് മികച്ച വരുമാനം കിട്ടും. സാധനങ്ങൾ നഷ്ടപ്പെടുവാനോ അല്ലെങ്കിൽ അപഹരിക്കപ്പെടുവാനോ ഉള്ള സാധ്യതയുണ്ട്. അപ്രതീക്ഷിത ധനനഷ്ടത്തിനും സാധ്യത. കുംഭക്കൂറ്. അവിട്ടം, അര, ചതയം, പൂരിട്ടാതി, മുക്കാല്. തൊഴിൽ രംഗത്ത് മാന്ദ്യം അനുഭവപ്പെടും. എന്നാൽ സർക്കാർ ജോലിക്കാരെ ഈ മാന്ദ്യം ബാധിക്കില്ല. അവർക്ക് ഗുണകരമായ സമയമാണിത്. അവർക്ക് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് സ്ഥലമാറ്റമൊക്കെ ലഭിക്കും.
കുടുംബസമേതം വിനോദയാത്രയ്ക്കോ ഒക്കെ സാധ്യതയുണ്ട്. ആരോഗ്യനില പൊതുവെ തൃപ്തികരം. മീനക്കൂർ. പൂരട്ടാതികാല ഉത്രട്ടാതി രേവതി. വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകും. പുതിയ മെച്ചപ്പെട്ട ജോലിയിൽ പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. ദൂരയാത്രകൾ വേണ്ടിവരും. കടബാധ്യതകൾ തീർക്കും. വീട്ടിൽ സന്തോഷവും ഐശ്വര്യവും കളിയാടും. എന്നാൽ സ്ത്രീജനങ്ങൾ മുഖേന അപവാദം കേൾക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് പൊതുഫലം മാത്രമാണ്. ഓരോ ആളുകളുടെയും ജനനസമയം അനുസരിച്ചും ദശാകാലം അനുസരിച്ചും ഇതിൽ മാറ്റം വരാവുന്നതാണ്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്തേ.